ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഇന്നലെ പോയി കണ്ടായിരുന്നു. ഡയറക്റ്റഡ് ബൈ നമ്മുടെ എന്തിനായിരുന്നു അമീർ പള്ളിക്കൽ എന്ന് പറയുന്ന ആമിർ പള്ളിക്കലാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ കഴിഞ്ഞ പടം എന്ന് പറഞ്ഞാൽ ആയിഷ എന്ന് പറഞ്ഞ എൻ്റെ പൊന്നു മറ്റേ മഞ്ജു വാര്യറിൻ്റെ പടമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് റൈറ്റിംഗ് ക്രെഡിറ്റ്സ് നമുക്ക് ആഷിഫ് കക്കോടി എന്ന് പറയുന്ന മനുഷ്യനാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ സുരാജേട്ടൻ ആൻഡ് ലെസ്റ്റിൻ സ്റ്റീഫൻ. മ്യൂസിക് ബൈ അങ്കിത് മേനോൻ, നല്ലതായിരുന്നു. എഡിറ്റഡ് ബൈ ശ്രീജിത്ത് സരങ്. സിനിമാറ്റോഗ്രഫി ഷാരോൺ ശ്രീനിവാസ്. എന്ന് പറയേണ്ട ഒരു സാധനം. കാസ്റ്റിൽ ഒരുപാട് പേരുണ്ട്. നമ്മുടെ സുരാജേട്ടനാണ്, ഗ്രേസ് ആൻ്റണി, പിന്നെ നമ്മുടെ ശ്യാം ചേട്ടനുണ്ട്, അതേപോലെ ഷാജു ഉണ്ട്, പിന്നെ സുധീർ കരമന, അതേപോലെ വിനയ പ്രസാദ്, നമ്മുടെ സ്ത്രീ ജന്മം പുണ്യജന്മം, പിന്നെ അലക്സാണ്ടർ പ്രസാദ്, റാഫി ഉണ്ട്. എന്ന് പറയേണ്ട വളരെ കുറച്ച് കാസ്റ്റും വളരെ ചെറിയൊരു പടമാണിത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടിയാണ് സിനിമ പിടിച്ചേക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞൊരു ലൈറ്റ് ഹാർട്ടഡ് പടമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് പോയത്. ബിക്കോസ് എക്സ്ട്രാ ഡീസൻറ്റ് എന്നൊക്കെയുള്ള പേര് കേട്ടിട്ടേ, പക്ഷേ ഇതിൽ ഒന്നും ഡീസൻ്റ് അല്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒന്ന് ടോക്സിക് പാരൻറ്റിങ്, അതേപോലെ ഒരു തീവ്രമായ ഒരു സാധനം ഒരു കുട്ടി കാണുമ്പോൾ ഉണ്ടാവുന്ന ട്രോമ, ആ ട്രോമ നേരാവണ്ണം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഹൗ ഹി ബിക്കംസ് സംതിങ് നോട്ട് സോ എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് നമ്മൾ പറയൂലേ. അതേപോലെ എപ്പോൾ നോക്കിയാലും നീ വേസ്റ്റാണെന്ന് പറയുന്നിടത്തുനിന്ന് എന്തെങ്കിലും ഒരു ട്രിഗർ പോയിൻ്റ് അവന് കിട്ടുന്ന സമയത്ത് ഹീ ഫ്ലിപ്സ് എന്നുള്ളൊരു സാധനം ഈ പടം ഗംഭീരമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഞാൻ പറയും വളരെ നമുക്ക് കഥ പറയാൻ പറ്റില്ല, ബിക്കോസ് അത് ഭയങ്കര സ്പോയിൽ ടെറിട്ടറിയിലോട്ട് പോകും. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സിനിമയിൽ പറയുന്നത്. സുരാജേട്ടൻ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിച്ചാൽ മാത്രമേ എനിക്ക് തിരിച്ച് സ്നേഹിക്കാൻ അറിയത്തുള്ളൂ. മനസ്സിലായില്ലേ? എന്നെ സ്നേഹിച്ചാൽ ഐ ഹാവ് ടു എക്സ്പീരിയൻസ് ലവ്, എന്നാൽ മാത്രമേ എനിക്ക് തിരിച്ചത് ചെയ്യാൻ പറ്റൂ. സോ ഹൗ യു മോൾഡ് എ കിഡ് എന്നുള്ളതൊക്കെ വളരെ ഗംഭീരമായിട്ട് ഈ സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇറ്റ്സ് അങ്ങനത്തെ ഒരു രീതി നോക്കുമ്പോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി, ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ്. പക്ഷേ ഇത് വളരെ ഡാർക്കായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കാത്ത ഒരു കുറേ കാര്യങ്ങളിലോട്ടൊക്കെയാണ് ഈ സിനിമ പോകുന്നത്. അതാണ് ഞാൻ പറയുന്നത്. നമുക്കത് ഒരു പക്കാ ഡാർക്ക് സാധനമാണ്, ഒരു ഡാർക്ക് ഹ്യൂമർ. ഞാൻ പറയില്ല, എനിക്ക് പറയാൻ പറ്റില്ല, അത് സ്പോയിലായി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളെന്തായാലും പോയി കാണുക. ഒട്ടും ഡീസൻ്റ് അല്ലാത്തൊരു പടമാണ്. നമ്മളൊക്കെ വളരെ വിയേർഡ് ഔട്ടാവും, ബട്ട് ലൈക്ക് ഐ സെഡ് ഇറ്റ് മേക്ക് സെൻസ്. അതായത് നമുക്കൊരിക്കലും ഇന്ന ആൾക്കാരാണ് കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പരിധി നോക്കിക്കഴിഞ്ഞാൽ ദ പാരൻസ് ആർ റോങ് എന്നേ ഞാൻ പറയത്തുള്ളൂ. പാരൻസിനെ തന്നെ പറയണം. അതാണ് ഈ സിനിമയുടെ ഒരു രസം. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു മോൾഡ് യുവർ ചൈൽഡ്. വെരി നൈസ് മൂവി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് പടമല്ല. ബട്ട് നമുക്കിങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ വി ഫീൽ കണക്റ്റഡ് ടു ദ ക്യാരക്ടർ. വി ഫീൽ എവിടേക്കോ എംപത്തി ആൻഡ് we feel for സുരാജേട്ടൻസ് ക്യാരക്ടർ. ബട്ട് ഇതും ഞാൻ ഒരു വളരെ ഗട്ട്സി ആയിട്ടുള്ള ഒരു പടമാണ്. അതായത് ഇങ്ങനത്തേക്ക് ഒരു ടോപ്പിക്കിനെ അങ്ങനത്തെ ഒരു രസകരമായിട്ടൊക്കെ എടുത്തിട്ട് ഇതിൽ കുറേ കോമഡി സാധനമൊക്കെ ഉണ്ട്. അത് പക്ഷേ ഇത് കോമഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്ലാപ് സ്റ്റിക് കോമഡിയോ അല്ലെങ്കിൽ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷനോ അതൊന്നുമല്ല. സിറ്റുവേഷൻസ്, ഡാർക്കായിട്ടുള്ള സിറ്റുവേഷൻസിൽ വരുന്ന ഈ മറ്റേ ആസ്ഥാനത്തെ കോമഡി ഉണ്ടല്ലോ, അതാണ് പരിപാടി. സോ ഐ ലവ് ദ മൂവി. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായം താഴെ പറയാം. ബട്ട് ഐ ഡെഫിനറ്റ്ലി ഫീൽ ദിസ് ഇസ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ. ഇങ്ങനെ പറയാൻ പാടില്ലെന്നൊക്കെയാണ് കുറേ എണ്ണം എന്ന് പറയുന്നത്. പക്ഷേ അതാണ് സത്യയുടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളെ അങ്ങനെയാണ് മോൾഡ് ചെയ്തേക്കണം. നമുക്കെപ്പോഴും ഹാപ്പി പടങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വിയേർഡായിട്ടുള്ള സാധനം കണ്ടുകഴിഞ്ഞാൽ നമ്മളതിന് ഇതെന്തോന്നു നമ്മൾ പറയും. അത് നമ്മളങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ കുറേ പേർക്കൊക്കെ പല ടൈപ്പ് ഓഫ് പടങ്ങൾ കാണും. ഇപ്പോൾ തന്നെ മാർക്കോ, ഫോർ എക്സാമ്പിൾ അപ്പോൾ നമ്മളൊക്കെ തന്നെ കൊറിയൻ പടങ്ങളും, ഇപ്പോൾ ക്വിൻ്റൻ ടെറിന്റീനോ സിനിമകൾ, അതേപോലെ ഇപ്പോൾ തന്നെ കില്ല്, അല്ലെങ്കിൽ തന്നെ ഇപ്പം ഹോസ്റ്റൽ എന്നൊക്കെ പറയുന്ന പടമുണ്ട്, സോ എന്നൊക്കെ പറയുന്ന സിനിമകൾ നമ്മളൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം ഇറ്റ് കൈൻഡ് ഓഫ് വർക്ക്സ് ഫോർ മീ എന്ന് പറഞ്ഞ് ബ്രൂട്ടൽ സാധനങ്ങൾ എല്ലാവരും കൈ വെച്ച് സ്വീകരിക്കുമെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ അതാണ് പറയുന്നത്, അതേപോലെയാണ് ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നതൊരു നീഷായിട്ടുള്ളൊരു സാധനമാണ്.
എല്ലാവരും അത് കണക്റ്റ് ആവില്ല. പക്ഷേ ഇതൊരു സിനിമയാണ്, ഇതൊക്കെ ഒരു സിനിമയുടെ പരിപാടിയിലൊക്കെ ചെയ്യുന്നതാണെന്നൊക്കെ ചിന്തിച്ചാൽ നല്ലത്. പക്ഷേ വളരെ ഈ ഡെപ്തായിട്ടുള്ളൊരു കഥ, വളരെ ഡെപ്തായിട്ടുള്ള ഒരു ടോപ്പിക് സിനിമ പറയുന്നുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് വാട്ട് ഐ തോട്ട് അബൌട്ട് ED എക്സ്ട്രാ ഡീസൻറ്റ്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് പറയുക. ആൻഡ് ദാറ്റ്സ് ഓൾ.